മക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് പാണ്ഡവർ കാമ്യകവനത്തിൽ താമസിക്കുന്ന കാലത്ത് ആയുധവിദ്യകൾ പഠിക്കുന്നതിനായി ദേവലോകത്ത് പോയ അർജുനൻ മടങ്ങിയെത്തുകയും അവരെ സന്ദർശിക്കുവാൻ ദ്വാരകയിൽ നിന്നും ശ്രീകൃഷ്ണൻ ഭാര്യയായ സത്യഭാമയുമൊത്ത് വന്നു ചേരുകയും ചെയ്ത സന്ദർഭമായിരുന്നു. അവർ കുശലപ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ മാർക്കണ്ഡേയ മഹർഷിയും നാരദനും അവിടെ എത്തിച്ചേർന്നു. പാണ്ഡവരും ശ്രീകൃഷ്ണനും ചേർന്ന് ഇരുവരെയും സ്വീകരിച്ചു. മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരൻ്റെ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ വൈവസ്വതമനു എന്ന മഹർഷിയുടെ കഥ അറിയണമെന്ന് യുധിഷ്ഠിരൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വൈവസ്വതമനു സൂര്യൻ്റെ പുത്രനായ ഒരു മഹർഷിയാണെന്നും ഒരിക്കൽ ഒരു ചെറുമത്സ്യം അദ്ദേഹത്തോട് തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിനെ മഹർഷി സംരക്ഷിച്ചുവെങ്കിലും ദിവസം പ്രതി അത് വളർന്നുകൊണ്ടിരുന്നതിനാൽ മഹർഷി അതിനെ സമുദ്രത്തിൽ കൊണ്ടാക്കുന്നു. അപ്പോൾ ആ മത്സ്യം മഹർഷിയോട് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി. ഉടൻ തന്നെ ഒരു പ്രളയമുണ്ടാകുമെന്നും ഒരു വഞ്ചി നിർമ്മിച്ച് എല്ലാ സസ്യങ്ങളുടെയും വിത്തുകൾ സംഭരിച്ചുകൊണ്ട് ആ തോണിയിൽ കാത്തിരിക്കണമെന്ന് ആ മത്സ്യം മഹർഷിയോട് ആവശ്യപ്പെട്ടു. മത്സ്യത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വൈവസ്വതമനു കാത്തിരുന്നു. പ്രളയം ആരംഭിച്ചപ്പോൾ മത്സ്യം മഹർഷിയുടെ തോണിയുമായി പ്രളയജലത്തിന് മുകളിലൂടെ രക്ഷപ്പെടുന്നു. അപ്പോൾ ആ തോണിയിൽ മഹർഷിയെ കൂടാതെ സപ്തർഷികളും ഉണ്ടായിരുന്നു. അവർ വെള്ളപ്പരപ്പിന് മുകളിൽ ഉയർന്നു നിന്ന ഹിമാലയത്തിൻ്റെ ഒരു കൊടുമുടിയിൽ ആ നൗകയെ ബന്ധിച്ചു. പിന്നീട് ആ കൊടുമുടി നൗകാബന്ധനം എന്ന് അറിയപ്പെട്ടു. പ്രളയമെല്ലാം അവസാനിച്ച ശേഷം ആ മത്സ്യം താൻ പ്രജാപതിയായ ബ്രഹ്മാവാണെന്നും ഇനി മനു തപശക്തി നേടി ലോകം പുനഃസൃഷ്ടിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. മനു ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു. ഈ കഥയോട് സാമ്യമുള്ള ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം കഥ നിർത്തിയത്. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞ പ്രളയത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ പുനഃസൃഷ്ടിയുടെയും കഥ കേട്ടപ്പോൾ യുധിഷ്ഠിരന് വലിയ അത്ഭുതമായി. അദ്ദേഹം മഹർഷിയോട് പറഞ്ഞു, മഹർഷി വരിക, അങ്ങ് കാലത്തിനപ്പുറം സ്ഥിതി ചെയ്യുന്ന ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കവും ഒടുക്കവും അറിയുന്നവനാണ്. 1000 യുഗങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന മഹാപ്രളയത്തിനെക്കുറിച്ച് അങ്ങ് അറിയുന്നു. അങ്ങയെപ്പോലെ ദീർഘായുസ്സുള്ള ഒരാളും ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. ജരാനരകളോ വാർദ്ധക്യമോ അങ്ങയെ ബാധിക്കുന്നില്ല. അങ്ങ് മൃത്യുവിൽ നിന്നും മുക്തനാണ്. മഹാമുനെ, മഹാപ്രളയകാലത്ത് സൂര്യചന്ദ്രന്മാരും അഗ്നി, വായു, ഭൂമി, അന്തരീക്ഷം ഇവയെല്ലാം ഇല്ലാതെയാകുമ്പോൾ താമരയിലയിൽ കിടക്കുന്ന ബ്രഹ്മാവിനോടൊപ്പം ഇരുന്ന് അങ്ങ് ഉപാസനകൾ നടത്തുന്നു. മഹാവിഷ്ണുവിൻ്റെ ഭക്തന്മാരിൽ പ്രമുഖനാണങ്ങ്. മഹാപ്രളയങ്ങൾ പലതും കണ്ടവനാണ്. അവിടത്തേക്ക് അറിയാത്തതായി ഒന്നുമില്ല. അതിനാൽ ചോദിക്കുകയാണ്, സൃഷ്ടിയുടെ കാരണം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് അങ്ങേക്കുള്ള അറിവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. മാർക്കണ്ഡേയൻ പറഞ്ഞു, യുധിഷ്ഠിര, സ്വയംഭൂവായ ബ്രഹ്മാവിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ കഥ പറഞ്ഞു തരാം. സൃഷ്ടിക്കുള്ള കാരണക്കാരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം നമുക്കൊപ്പം ഇവിടെ ഇരിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ അദ്ദേഹം സർവചരാചരങ്ങളിലും ഉൾക്കൊള്ളുന്ന ശക്തി സ്വരൂപനാണ്. നമുക്കൊപ്പം ഇരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്ന ഭഗവാൻ ആ ശക്തിയുടെ ഒരു കണിക മാത്രമാണ്. ഈ സത്യസ്വരൂപത്തിനെ പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുവിലും ദർശിക്കാൻ കഴിയും. ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടാവും. അതുപോലെ അതിനെ സംഹരിക്കുന്നതും ഇതേ ശക്തി തന്നെയാണ്. പ്രളയത്തോടെ എല്ലാം കഴിഞ്ഞുവെന്ന് മൗഢ്യം കൊണ്ട് നാം വിശ്വസിക്കുന്നു. ആ അവസാനം എന്ന് നമുക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ തുടങ്ങിവെച്ചത് മാത്രം ആണ്. യുധിഷ്ഠിര, യുഗങ്ങൾ 4 സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെയാണത് സംഭവിക്കുന്നത്. സത്യയുഗം 4800 ദിവ്യവർഷങ്ങളാണ്. ത്രേതായുഗത്തിന് 3800 ദിവ്യവർഷങ്ങൾ. ദ്വാപരയുഗം 2500 ദിവ്യവർഷങ്ങൾ ഉള്ളതാണ്. കലിയുഗമാകട്ടെ 1200 ദിവ്യവർഷങ്ങൾ മാത്രം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് 365 ദിവസങ്ങൾ ചേർന്നത് ഒരു മനുഷ്യവർഷം.
അപ്രകാരം 365 മനുഷ്യവർഷങ്ങൾ ചേർന്നതാണ് ഒരു ദിവ്യവർഷം. എന്ന് പറഞ്ഞാൽ ഓരോ യുഗത്തിലുമുള്ള ദിവ്യവർഷങ്ങളെ 365 ഇരട്ടി ആയി കൂട്ടിയാൽ മതി. അതാണ് മനുഷ്യരുടെ യുഗങ്ങൾ. നാം ജീവിക്കുന്ന കലിയുഗത്തിന് 1200 ദിവ്യവർഷങ്ങൾ ആണല്ലോ. അപ്പോൾ കലിയുഗത്തിന് 5,80,000 മനുഷ്യവർഷങ്ങൾ എന്ന് വരുന്നു. എന്നാൽ ചില ഗവേഷകർ പറയുന്നത് 360 ദിവസങ്ങളാണ് ഒരു മനുഷ്യവർഷം എന്നാണ്. അങ്ങനെ വരുമ്പോൾ 360 മനുഷ്യവർഷങ്ങളാണ് ഒരു ദേവവർഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കലിയുഗത്തിൻ്റെ 1200 ദേവവർഷങ്ങൾ 4,32,000 മനുഷ്യ വർഷങ്ങളാകുന്നു. എല്ലാവരും പൊതുവായി അംഗീകരിക്കുന്ന ഒരു കാര്യം, കലിയുഗം ആരംഭിച്ചത് ക്രിസ്തുവിന് മുമ്പ്, അതായത് BC 3102 ഫെബ്രുവരി 13 എന്നാണ്. എന്തായാലും കലിയുഗം അവസാനിക്കുവാൻ ഇനി ഏറ്റവും കുറഞ്ഞത് 4,26,675 വർഷങ്ങൾ കൂടിയുണ്ട്. ക്രിസ്തുവിന് മുമ്പുള്ള 3102 ക്രിസ്തുവിന് ശേഷം 2023 കൂട്ടിയാൽ കലിയുഗം തുടങ്ങിയിട്ട് ഇന്നേക്ക് 5,325 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ശരി, മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മഹർഷി പറഞ്ഞു, രാജാവേ, കലിയുഗം അവസാനിക്കുമ്പോൾ വീണ്ടും സത്യയുഗം ആരംഭിക്കുന്നു, വീണ്ടും കലിയുഗത്തിലെത്തി അവസാനിക്കുന്നു. ഇത്തരത്തിൽ 10,000 ദിവ്യവർഷങ്ങൾ ചേർന്നതാണ് ഒരു ചതുർയുഗം. ഇപ്രകാരം 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ ബ്രഹ്മാവിന് ഒരു പകൽ അവസാനിക്കുന്നു. ആ പകൽ സമയം അത്രയും പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കും. ആ പകൽ അവസാനിക്കുന്നതോടെ പ്രപഞ്ചമെല്ലാം നശിക്കുകയും ചെയ്യുന്നു. ഇതിനെ വിശ്വപ്രളയം എന്ന് അറിയപ്പെടുന്നു. രാജാവെ, ഓർമ്മിക്കുക, കലിയുഗം ഏറ്റവും മ്ലേച്ഛമായ യുഗമാകുന്നു. ജനങ്ങൾ തെറ്റായതിനെ വിശ്വസിക്കുന്നവർ ആയിത്തീരുന്നു. ഭക്ഷിക്കാവുന്നതും ഭക്ഷിക്കാൻ പാടില്ലാത്തവയും തിരിച്ചറിയാതെ കയ്യിൽ വരുന്നതെല്ലാം ഭക്ഷിക്കും. അവരുടെ ചിന്തകൾ ഒരിക്കലും പ്രവൃത്തിയോട് പൊരുത്തപ്പെടാതെയാകുന്നു. മ്ലേച്ഛന്മാർ ഭരണാധികാരികളാകും. അക്രമങ്ങൾക്കും കൊള്ളയ്ക്കും കൊള്ളിവയ്പ്പിനും എല്ലാത്തരം വ്യാജപ്രവർത്തനങ്ങൾക്കും ഭരണാധികാരി തന്നെ നേതൃത്വം നൽകും. സ്ത്രീകൾ ഉയരം കുറഞ്ഞവരായും മറ്റൊന്നും പരിഗണിക്കാതെ ധാരാളം പ്രസവിക്കുന്നവർ ആയിത്തീരുകയും ചെയ്യും. മനുഷ്യർ സദാചാര ചിന്തകളില്ലാതെ സമൂഹത്തിൽ പെരുമാറുന്നു. ആഹാരപദാർത്ഥങ്ങൾ വിലപേശി വിൽക്കുന്നു. കൊള്ളക്കാരെ പോലെ ഭരണാധികാരികൾ സമൂഹത്തിൻ്റെ മുതൽ കൈവശപ്പെടുത്തും. വൃക്ഷങ്ങളിൽ നിന്നും പശുക്കളിൽ നിന്നും ആദായം കുറയും. വൃക്ഷങ്ങളിൽ കൂടുകൂട്ടാനാകാതെ പക്ഷികൾ അലഞ്ഞു നടക്കും. കാക്കകൾ മാത്രം കൂട് ചമച്ച് വൃക്ഷങ്ങളിൽ താമസിക്കും. ഇങ്ങനെ സമൂഹമാകെ ദുഷിക്കുന്നു. ദുർഭരണവും ദുശാഠ്യങ്ങളും കൈയാളുന്ന ഭരണാധികാരികൾ ഉണ്ടാകും. സദാചാര വിരുദ്ധരായ ഭൂരിപക്ഷം അവരെ പിന്താങ്ങും. ജനസേവനം എന്ന പേരിൽ അവർ ജനദ്രോഹം നടത്തുന്നു. ജനങ്ങൾ നികുതിഭാരം കൊണ്ട് നട്ടം തിരിയുമ്പോൾ ഭരണവർഗം സ്വജനപക്ഷപാതത്തിലും ധാരാളിത്വത്തിലും വിരാജിക്കുന്നു. മനുഷ്യൻ സ്വന്തം ശരീരത്തോട് നീതി പുലർത്താതെ അതിനെ വലുതാക്കുവാനുള്ള വഴികൾ കണ്ടെത്തുന്നു. വ്രതങ്ങളും തപസ്സുമൊക്കെ ശരീരത്തെ ശോഷിപ്പിക്കുന്നുവെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കുന്നു. കച്ചവടക്കാർ കുടിലതന്ത്രങ്ങളിലൂടെ ജനങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കും. അളവ് തൂക്കങ്ങളിൽ കപടം പ്രയോഗിക്കും. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ തട്ടിയെടുക്കാൻ സൂക്ഷിപ്പുകാരൻ തന്നെ തയ്യാറാകും. ഇപ്രകാരം ദുഷിച്ച മനുഷ്യരെ കൊണ്ട് ലോകമാകെ നിറയും. ഇങ്ങനെയുള്ള 1000 യുഗങ്ങൾ കഴിയുമ്പോൾ മഴ ഇല്ലാതെയാകും. ഭൂമിക്ക് അഗ്നിയേക്കാൾ ചൂടേറി വരും. ആ ചൂടിൽ ശക്തി കുറഞ്ഞ ജീവികൾ ഇല്ലാതെയാകും. നദികൾ, സമുദ്രങ്ങൾ പോലും വറ്റിവരളും. ഈ അവസരത്തിൽ വായുവിൻ്റെ സഹായത്തോടെ പ്രളയാഗ്നി ആളിപ്പടരും. അഗ്നി ഭൂമിയിലുള്ളതിനെയെല്ലാം വെണ്ണീറാക്കിക്കൊണ്ട് പാതാളം വരെ താഴ്ന്നു പടരും. ഇതിൻ്റെ ഒടുവിൽ ആകാശത്ത് മേഘങ്ങൾ ഗർജിക്കുവാൻ തുടങ്ങും. പിന്നീട് പ്രളയാഗ്നിയെ സമീപിച്ചുകൊണ്ട് മഴ പൊഴിയാൻ ആരംഭിക്കും. 12 വർഷക്കാലം പേമാരി തുടരും. അപ്പോൾ പർവ്വതങ്ങൾ പൊട്ടിപ്പിളരും. ആ ജലപ്രളയത്തിൽ ദേവന്മാരും അസുരന്മാരും രാക്ഷസരും ഒക്കെ ഒഴുകിപ്പോകും. അപ്പോൾ ഭൂതലമാകെ ഒറ്റ കടലായി നിലകൊള്ളും.
ആ സമുദ്രജലത്തിന് മുകളിൽ ഒരു താമരയിലയിൽ ഞാൻ മാത്രം മലരികളും ചുഴികളും ഓളങ്ങളും അതിജീവിച്ച് ഒഴുകി നടക്കും. പ്രപഞ്ചത്തിൻ്റെ അവസാനമായിരിക്കുന്നു. എവിടെയും പ്രളയജലം മാത്രം. അങ്ങനെ പണ്ടൊരു യുഗാന്ത പ്രളയത്തിൽ ഞാൻ ഒരുപാട് നേരം സഞ്ചരിച്ചു. ഒടുവിൽ എനിക്ക് ക്ഷീണം തോന്നി. ഒന്ന് വിശ്രമിക്കണം. അതിനൊരു തുരുത്ത് ഞാൻ തേടാൻ തുടങ്ങി. പ്രളയജലത്തിൽ പർവ്വതങ്ങളുടെ കൊടുമുടികൾ പോലും മുങ്ങിപ്പോയിരിക്കുന്നു. എവിടെയും ഒരാശ്രയമില്ല. കുറേ ദൂരം ചെന്നപ്പോൾ വലിയൊരു വടവൃക്ഷം കാണായി. ഞാൻ അവിടേക്ക് ചെന്നു. അപ്പോൾ ആ വടവൃക്ഷത്തിൻ്റെ വീതിയേറിയ ഒരു ശിഖരത്തിൽ ഒരു ബാലൻ ശയിക്കുന്നു. എനിക്ക് അത്ഭുതമായി. അവൻ്റെ സുന്ദരമായ മുഖം വീണ്ടും മനോഹരമാക്കിക്കൊണ്ട് താമര ഇതൾ പോലെ വിടർന്ന കണ്ണുകൾ. ഞാൻ ആ വടവൃക്ഷത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, മാർക്കണ്ഡേയ, താങ്കൾ വളരെ ക്ഷീണിതനായിരിക്കുന്നല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ബാലൻ പറഞ്ഞു, മഹർഷേ, നിങ്ങൾക്കുള്ള വാസസ്ഥലം ഞാൻ തരാം. അപ്പോൾ മനുഷ്യ ശരീരത്തെയും എൻ്റെ ദീർഘായുസ്സിനെയും ഓർത്ത് എനിക്ക് ദുഃഖം തോന്നി. എത്ര ദുർബലനാണ് മനുഷ്യൻ! അവൻ്റെ അഹന്തയ്ക്ക് എന്ത് വില! ആ ബാലനപ്പോൾ വായ പിളർന്നു തന്നു. രാജാവേ, ഏതോ ഒരാകർഷണ വലയത്തിൽ ആയിരുന്ന ഞാൻ വായുരൂപത്തിൽ ആ വായയ്ക്കുള്ളിൽ പ്രവേശിച്ചു. യുധിഷ്ഠിര, ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. രാഷ്ട്രങ്ങളും നഗരങ്ങളും മലകളും പുഴകളും സമുദ്രങ്ങളും ഗ്രാമങ്ങളും ഒക്കെയുള്ള ഭൂമണ്ഡലം ഞാൻ അവിടെ കണ്ടു. സൂര്യചന്ദ്രന്മാരും താരാഗണങ്ങളും ഉദിച്ചും അസ്തമിച്ചും പ്രകാശം പരത്തുന്നു. നീലാകാശം എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ, രുദ്രന്മാർ, വസുക്കൾ, അശ്വിനിദേവന്മാർ, ദാനവർ, ദൈത്യർ, യക്ഷഗന്ധർവന്മാർ, മഹർഷിമാർ ഒക്കെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഈ ഭൂമിയിലുള്ള ചരങ്ങളും അചരങ്ങളുമായ എല്ലാറ്റിനെയും എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ആ ബാലൻ്റെ ഉദരത്തിലും ഉണ്ടായിരുന്നു. ആ ലോകത്ത് ഞാൻ 100 വർഷം ചുറ്റിത്തിരിഞ്ഞു. എന്നിട്ടും ആ അനന്തപ്രപഞ്ചത്തിൻ്റെ ഒരംശം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബാലരൂപത്തിലുള്ള ആ പ്രപഞ്ചശക്തിയെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചു. അപ്പോൾ വായു രൂപത്തിലുള്ള ഞാൻ ആ ബാലൻ്റെ തുറന്ന വായയിലൂടെ പുറത്തേക്ക് നിർഗമിച്ചു. അപ്പോഴും പീതാംബരധാരിയായ ആ ബാലൻ വടവൃക്ഷത്തിൻ്റെ ശാഖയിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മാർക്കണ്ഡേയ, എൻ്റെ ശരീരത്തിനുള്ളിൽ വിശ്രമിച്ചോ? താങ്കൾ ഏകാഗിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തു പറയണം എന്നറിയാതെ ബാലരൂപിയായ ആ വിശ്വഗുരുവിൻ്റെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ എനിക്കുണ്ടായ അനുഭൂതി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല. ആ വിശ്വഗുരുവിൻ്റെ മുന്നിൽ തൊഴുകൈകളുമായി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, അങ്ങയുടെ ഈ തിരുവുടലിനുള്ളിൽ പ്രപഞ്ചമായ പ്രപഞ്ചമൊക്കെയും ഒതുക്കിക്കൊണ്ട് എന്തിനാണ് ഇവിടെ കുടികൊള്ളുന്നത്? ഈ ചരാചര ബ്രഹ്മാണ്ടം എങ്ങനെ അവിടുത്തെ ഉള്ളിൽ നിലകൊള്ളുന്നു? എൻ്റെ സംശയങ്ങൾ കേട്ട് ആ പരബ്രഹ്മം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷി വര്യ, എൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന ഈ പ്രപഞ്ചം ദേവന്മാർക്ക് പോലും ദർശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കും എൻ്റെ സ്വന്തം രൂപം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം നിനക്ക് പറഞ്ഞു തരാം. മാർക്കണ്ഡേയ, നിങ്ങൾ പിതൃഭക്തിയുള്ളവനും ബ്രഹ്മചര്യം വ്രതമായി സ്വീകരിച്ചവനുമാണ്. അതിനാലാണ് എന്നെ ഈ രൂപത്തിൽ അങ്ങേക്ക് കാണാൻ കഴിഞ്ഞത്. ജലത്തിന് നാരം എന്ന് പേർ നൽകിയത് ഞാനാണ്. ജലത്തിൽ അയനം ചെയ്യുന്നതിനാൽ അഥവാ ജലത്തിൽ വസിക്കുന്നതിനാൽ ഞാൻ നാരായണനെന്ന് അറിയപ്പെട്ടു. ജലത്തിൽ വസിക്കുന്നവൻ അഥവാ നാരത്തിൽ അയനം ചെയ്യുന്ന ഞാൻ തന്നെയാണ് നാരായണൻ. പരബ്രഹ്മമായ ബ്രഹ്മാവും വിഷ്ണുവും പരമേശ്വരനും ഞാൻ തന്നെ. കുബേരനും സോമനും ധാതാവും വിധാതാവും കശ്യപ പ്രജാപതിയും യജ്ഞവും എല്ലാം ഞാൻ തന്നെ. ഞാൻ ഏകനാണ്. എന്നിൽ എല്ലാമുണ്ട്. എന്നിലില്ലാത്തത് മറ്റെവിടെയുമില്ല. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.